എല്ലാവർക്കും നമസ്കാരം. ആട് 3 ഈ സിനിമയുടെ ഒരു അവലോകനമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഈ സിനിമയുടെ മുഴുവൻ അവലോകനം നടത്തുന്നില്ല. ഇതിലെ ഒരു ശാസ്ത്രീയ വശം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ശാസ്ത്രീയമായിട്ട് ചർച്ച ചെയ്യാൻ ഇതിലൊന്നുമില്ല. എങ്കിലും ആട് 3 കാണിക്കുന്ന ടൈം ട്രാവൽ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളൊരു ചോദ്യം ഇത് കണ്ടിറങ്ങുന്ന എല്ലാ ഒരു സയൻസ് ഫിക്ഷൻ ആരാധകർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ടൈം ട്രാവൽ കാണിക്കുന്നുണ്ട്. അത് ഫ്യൂച്ചർ പാസ്റ്റ് ഫ്യൂച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ? അതുപോലെ 2 ടൈം ലൈനായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ ഒരു പൂർണ്ണമായ അവലോകനമല്ല. അപ്പോൾ ആദ്യം ടൈം ട്രാവൽ എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ഫിസിക്സ് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കാത്ത ആളുകൾക്കും ഒക്കെ ടൈം ട്രാവലിൽ ഒരു കാര്യമുണ്ട്. അല്ലെ, ടൈം ട്രാവൽ എന്താണ്? അപ്പോൾ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി ഒന്നും ആരും പഠിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ടൈം ട്രാവലിനെ പറ്റി അറിയാൻ വേണ്ടി ഉള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ആട് 3 ടൈം ട്രാവലിലേക്ക് പോവാം. അപ്പോൾ ഈ ആട് 3 ടൈം ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കാര്യം, പിന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഫ്യൂച്ചറിലേക്ക് പോകുന്നുണ്ട്, പാസ്റ്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം ഇതിൻ്റെ അകത്ത് കാര്യമുണ്ടെന്ന് അറിയണമെങ്കിൽ ആദ്യം ടൈം ട്രാവൽ എന്താണെന്ന്, ശാസ്ത്രം പറയുന്ന ടൈം ട്രാവൽ എന്താണെന്ന് നമ്മളൊന്ന് നോക്കണം. വളരെ സിമ്പിളാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ശാസ്ത്രം പറയുന്ന ടൈം ട്രാവൽ ഇത്രയേ ഉള്ളൂ: 2 വ്യക്തികൾക്ക് അല്ലെങ്കിൽ 2 വസ്തുക്കൾക്ക് 2 രീതിയിൽ സമയം അനുഭവപ്പെടുന്നു. സമയവും സ്ഥലകാലങ്ങളെന്ന് പറയുന്നത് അതായത് അത് എപ്പോഴും ആപേക്ഷികമാണ്. അപ്പോൾ 2 ആളുകൾക്ക് 2 വ്യത്യസ്ത രീതിയിൽ സമയം അനുഭവപ്പെടുമ്പോൾ കുറവ് സമയം അനുഭവപ്പെടുന്ന ആൾ ഭാവിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ അനുഭവപ്പെടുമ്പോൾ എനിക്കത് ആ സെയിം ആ സമയത്ത് എനിക്ക് 1 മണിക്കൂർ അനുഭവപ്പെടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എൻ്റെ സമയം അത്രേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്യൂച്ചറിലേക്ക് പോയി. ഇപ്പം നിങ്ങൾക്ക് 10 വർഷം അനുഭവപ്പെടുമ്പോൾ എനിക്ക് 5 വർഷം അനുഭവപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 വർഷം അനുഭവപ്പെടുമ്പോൾ എനിക്ക് 50 വർഷം അനുഭവപ്പെടുന്നുള്ളെങ്കിൽ എനിക്ക് പിന്നീട് 50 വർഷത്തോടെ ഫ്യൂച്ചറിൽ ജീവിക്കാം. ഇതാണ് ശരിക്കുള്ളൊരു ശാസ്ത്രീയമായിട്ട് ടൈം ട്രാവലിനെ പറ്റി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 50 വർഷം ഫ്യൂച്ചറിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? സയൻറ്റിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് 2 പേർക്ക് വ്യത്യസ്ത രീതിയിൽ ടൈം അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, 2 പേരുടെയും വെലോസിറ്റി, അതായത് സ്പീഡ്, ഡയറക്ഷനുള്ള സ്പീഡാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി വ്യത്യാസപ്പെടുക. അത് ചുമ്മാ ഞാൻ 10 കിലോമീറ്റർ സ്പീഡിൽ പോയി നിങ്ങൾ റെസ്റ്റ് നിൽക്കുകയും ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസമല്ലത്. പ്രകാശം പോകുന്ന ഒരു വേഗതയോട് സമാനമായിട്ട് ഒരാൾ യാത്ര ചെയ്യുകയും ഒരാളെ അപേക്ഷിച്ച് മറ്റേ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഞാൻ നിൽക്കുകയും നിങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ എന്നെ അപേക്ഷിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ പ്രകാശ സമാനമായ വേഗത, ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു പ്രകാശ സമാനമായ വേഗത ഉണ്ടെങ്കിൽ. രണ്ടാമത്തത് ഗുരുത്വാകർഷണം, അതായത് ബ്ലാക്ക് ഹോളിൻ്റെയൊക്കെ ഗുരുത്വാകർഷണത്തിന് സമാനമായിട്ടുള്ള ഒരു ഗുരുത്വാകർഷണ ഫീൽഡിൽ ഒരാൾ പോയി നിൽക്കുക. അപ്പോൾ ഈ ഗുരുത്വാകർഷണ ഫീൽഡിൽ പോയി നിൽക്കുന്ന ആളുടെ സമയം പയ്യായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വെലോസിറ്റി കൂടുതൽ പോകുന്ന ആളുടെ സമയം പയ്യായിരിക്കും പോകുന്നത്. അപ്പോൾ അയാൾക്ക് മറ്റേ ആളെ അപേക്ഷിച്ച് ഫ്യൂച്ചറിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയാം. ഇതാണ് ആകെ സയൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള, അല്ലെ സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആട് 3 കാര്യത്തിലേക്ക് വരാം. ആട് 3 കാര്യത്തിൽ 2 രീതിയിലുള്ളത് കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് പോകുന്നു. ഈ ഫ്യൂച്ചറിലേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള സമയയാത്രകൾ അല്ലെങ്കിൽ ടൈം ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ടെക്നിക്കും ഒക്കെ ഉപയോഗിച്ചാലും 1 സെക്കൻഡോ 2 സെക്കൻഡ് അതിൽ താഴെയേ പറ്റുള്ളൂ. സെക്കൻഡുകൾക്ക് താഴെയേ പറ്റുള്ളൂ. മൈക്രോ സെക്കൻഡൊക്കെയാണ് നമ്മൾ ബഹിരാകാശ യാത്രയൊക്കെ നടത്തിയിട്ടുള്ള ടൈം ട്രാവൽ. ഇപ്പോൾ ഉദാഹരണത്തിന് സുനിത വില്യംസ് പോയിട്ട് വരുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ടൈം എന്ന് പറഞ്ഞാൽ മറ്റവരെക്കാളും സെക്കൻഡിൻ്റെ ഒരു ചെറിയ അംശം കുറവായിരിക്കും. അത്രയേ ഉള്ളൂ. അതായത് അവർ ഒരു 1/2 സെക്കൻഡ് മുന്നോട്ട് യാത്ര ചെയ്തു, അല്ലെ ചെറിയ സെക്കൻഡുകൾക്ക് ചെറിയൊരു അംശമോ അല്ലെ 1 സെക്കൻഡോ ഒക്കെ മുന്നോട്ട് യാത്ര ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഈ റോക്കറ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ ആ സമയം അവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. കാരണം പ്രകാശ വേഗതയ്ക്ക് സമാനമായ വേഗത്തിലോ ഹയർ ഗ്രാവിറ്റേഷൻ ഫീൽഡിലോ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ രീതിയിലുള്ള ഒരു ടൈം ട്രാവൽ, അത് പരിഗണിക്കാൻ പോലും പറ്റാത്ത ടൈം ട്രാവലും ഈ കാണിക്കുന്ന ടൈം ട്രാവലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരിക്കലും നടക്കില്ലാത്ത കാര്യം തന്നെയാണ് അത്. ഇനി അവിടെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ കാണിക്കുന്ന പാസ്റ്റിലേക്കുള്ള ഒരു ടൈം ട്രാവലുണ്ട്. ഈ പാസ്റ്റിലേക്കുള്ള ടൈം ട്രാവൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആട് 3 ശാസ്ത്രീയമല്ല, ഒട്ടും ശാസ്ത്രീയമല്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വലിയൊരു പ്രൂഫ് പറയുന്നുണ്ട്. അത് വളരെ തമാശ രൂപേണ പറയുന്നതാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവലിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി പാസ്റ്റിലേക്കുള്ള ടൈം ട്രാവൽ
നടക്കില്ല എന്നുള്ള ലളിതമായിട്ടുള്ള ഒരു തെളിവുണ്ട്. ഫ്യൂച്ചറിലേക്ക് ഈ രീതിയിൽ നടക്കും, പ്രാക്ടിക്കലി നടക്കില്ല, ഓക്കെ, അതവിടെ കിടന്നോട്ടെ. പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ, അതായത് എനിക്ക് എൻ്റെ പാസ്റ്റിലേക്ക് പോകാൻ പറ്റുമോ, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായുള്ള തെളിവ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ സയൻസിൽ പറയുന്നൊരു കാര്യമാണ്. ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ആട്3 സിനിമ കാണുന്നത്. കാരണം അതിൻ്റെ അകത്ത് വളരെ ലളിതമായിട്ട് തമാശ രൂപേണ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ക്ലീറ്റസ് എന്ന് പറഞ്ഞ് ധർമ്മജന അഭിനയിക്കുന്ന, അല്ലെ ധർമ്മജന അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ മണ്ടത്തരം കൊണ്ട് ഷാജി പാപ്പൻ മടുത്ത് അവസാനം ഷാജി പാപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ടൈം ട്രാവൽ വെച്ചിട്ട് ഞാൻ പാസ്റ്റിലേക്ക് പോവാണ്, പാസ്റ്റിലേക്ക് പോയിട്ട് എനിക്ക് ചെയ്യേണ്ടത് നിൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്യാണം മുടക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ പാസ്റ്റിലേക്ക് പോകുന്നു, ഞാൻ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കൊല്ലുന്നു, ഗ്രാൻഡ് ഫാദറിൻ്റെ ചെറിയ കാലത്ത്. പിന്നെ എങ്ങനെയാണ് എൻ്റെ ഫാദർ ജനിക്കുക, ഫാദർ ജനിച്ചില്ല എങ്ങനെയാണ് ഞാൻ ജനിക്കുക? അപ്പോൾ ഞാൻ ജനിക്കുകയില്ല, ഞാൻ ജനിക്കേണ്ടവനെ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജനിക്കേണ്ടവനല്ല, ആരാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നത്? അപ്പോൾ ഇതാണ് ഈ പാരഡോക്സ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് അങ്ങനെ ഒരു ടൈം ട്രാവൽ നടത്താൻ പറ്റില്ല. ആ ഒരു ഉത്തരത്തിൽ മാത്രമേ ഇത് ശരിയാവത്തുള്ളൂ, ഇവിടെ പാരഡോക്സ് ഇല്ലാതെ പോകത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഷാജി പാപ്പൻ്റെ അതിനേക്കാൾ ലളിതമായിട്ട് ഇപ്പോൾ കൊലപാതകം പോലും ഒഴിവാക്കി. കൊലപാതകം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വയലൻസ് ഉണ്ട്, ആ വയലൻസ് ഒഴിവാക്കിയിട്ട് പറയാണ് ഞാൻ പാസ്റ്റിലേക്ക് പോകും. ഷാജി പാപ്പൻ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോകും, പോയിട്ട് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം മുടക്കും. നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം മുടക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നീ ജനിക്കുക? അത് ക്ലീറ്റസ് പിന്നെ എങ്ങനെയാണ് ജനിക്കുക? ക്ലീറ്റസ് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഷാജി പാപ്പൻ എങ്ങനെയാണ് ക്ലീറ്റസിന് ശല്യമാകുക? ഷാജി പാപ്പന് ക്ലീറ്റസ് ശല്യമായില്ലെങ്കിൽ ഷാജി പാപ്പൻ എന്തിനാണ് പാസ്റ്റിലേക്ക് പോയിട്ട് ക്ലീറ്റസിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം മുടക്കുന്നത്? അപ്പോൾ അങ്ങനെ ഷാജി പാപ്പൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഷാജി പാപ്പൻ പോകത്തില്ല. അപ്പോൾ ആരാണ് ഷാജി പാപ്പൻ? കല്യാണം മുടക്കിയ ഷാജി പാപ്പൻ ആരാണ്? അപ്പോൾ ഈ ഒരു ചോദ്യം വരും. ഇതാണ് പാരഡോക്സ്. ഈ പാരഡോക്സിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രമേയം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചൊരു കഥ കൂടിയാണ് ആട്3. പിന്നെ പൊതുവെ ഇപ്പോൾ ഈ ഒരു ശാസ്ത്രീയ വശത്തെപ്പറ്റി ചിന്തിക്കാതെ കഥ കാണുകയാണെങ്കിൽ കണ്ടിരിക്കാം. കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്, അല്ല എപ്പോഴും ഒരു ആക്ഷൻ ഉണ്ട്, ത്രില്ലറാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഗ്രാൻഡ് ഫാദർ പാരഡോക്സിനെ അവതരിപ്പിച്ച ഒരു സിനിമ, എന്നാൽ പാസ്റ്റിലേക്കുള്ള ടൈം ട്രാവൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കഥയിൽ ചോദ്യമില്ല, എന്നാൽ കഥ ത്രില്ലിംഗ് ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കഥാത്മകമാണെന്നും കൂടെ ഇതുവഴി പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ശാസ്ത്രീയ അവലോകനം, അല്ലെങ്കിൽ ടൈം ട്രാവലിനെ പറ്റിയുള്ള ഒരു ശാസ്ത്രീയ അവലോകനം ഈ സിനിമയായിട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.